നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം എത്തിക്കുന്ന നെടുങ്കണ്ടം രാജീവ് ഗാന്ധി കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി 11 വർഷം പൂർത്തിയാക്കി 12ാം വർഷത്തിലേക്ക്. ഉച്ചഭക്ഷണ പദ്ധതിയുടെ 12ാമത് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആശുപത്രിയിൽ വെച്ച് നിർവഹിച്ചു. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി 2013 ഒക്ടോബർ 2-ാം തീയതി മുതലാണ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകുന്ന പരിപാടി ആരംഭിച്ചത്. 11 വർഷം വിജയകരമായി പൂർത്തിയായ പദ്ധതി 12ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ വാർഷിക ആഘോഷ പരിപാടികൾ ആശുപത്രിയിൽ ലളിതമായ രീതിയിൽ നടന്നു. പരിപാടികളുടെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. 11 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ഒരു യുവകാരുണ്യ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം. പ്രിയപ്പെട്ട ശ്രീ രാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീ എം. ഗോപി രക്ഷാധികാരിയായി, അതുപോലെ ഇവിടെയുള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ മനോഹരമായ തലത്തിൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കി വരികയാണ്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഈ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ രാജ്യം ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. തീർച്ചയായും ലോകം ആദരിക്കുന്ന ബഹുമാന്യനായ അല്ലെങ്കിൽ ഏറ്റവും ബഹുമാന്യ വ്യക്തിത്വമായ രാഷ്ട്രപിതാവിന്റെ സ്മരണകൾക്ക് മുൻപിൽ ഒരിക്കൽ കൂടി ശിരസ്സ് നമിക്കുന്നു. KR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഷെറീൻ ജോസഫ്, അഡ്വക്കേറ്റ് MN ഗോപി, PK ഷാജി, MS മഹേശ്വരൻ, രാജേഷ് അമ്പഴത്തിനാൽ, ടോമി കരിയിലക്കുളം, അസീസ് കല്ലാർ, അനിൽ കട്ടൂപ്പാറ, K മുരളി, ഷിഹാബുദ്ദീൻ ഈട്ടിക്കൽ, MT റജി, സെബാസ്റ്റ്യൻ ജോസ്, ജിറ്റോ MS ചന്ദ്രബാബു, ജോൺസൺ കൊന്നക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ഏതായാലും 11 വർഷക്കാലം ഒരു ദിവസം പോലും മുടങ്ങാതെ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു യജ്ഞമല്ല അത് പറഞ്ഞാൽ. അതിനുള്ള ഡെഡിക്കേഷനും തീവ്രമായിട്ടുള്ള ഒരു അഭിവാഞ്ചി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്ത് കാരണമെന്ന് വന്നാലും അത് മുടങ്ങത്തില്ല എന്നുള്ള ആത്മധൈര്യത്തോടും വിശ്വാസത്തോടും കൂടി പോകുകയെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. അപ്പം അത് ഈ ഇത്രയും വർഷം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും തുടർന്നുകൊണ്ട് പോകുന്നു. അത് ശരിക്കും നമ്മുടെ ഈ ഇവിടെ രോഗികളായിട്ട് വരുന്നവരെ വളരെയേറെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഇത്ര സാധനം കൊണ്ടുവരുന്നു, അതൊരു വലിയ ഇതൊക്കെ ഒരു അത്ഭുതമാണ്. ഇതൊക്കെ ഒരു നിമിത്തങ്ങളാണ്. അതാണ് നമ്മൾക്ക് ഒരു നേരം പോലും ആഹാരം തികയാതെ രണ്ടുപേർക്ക് പാത്രത്തിൽ ഭക്ഷണം വിളമ്പാതെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അല്ലേ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. മിച്ചം ഉണ്ടാകുന്നല്ലാതെ അത് എത്ര ആൾ കൂടിയെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലോ. ചിലപ്പോൾ കൂട്ടിരിപ്പുകാർ 5 പേര് കൂടുതൽ വന്നിട്ടുണ്ടെന്ന് അറിയില്ലോ. അത് അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ വയ്ക്കുന്നത്. ഒരു ശരാശരി കണക്കെടുപ്പിലാണ്. അത് ഇന്ന് വരെ പിഴച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് അത് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെ നമുക്കൊരു അത് ഇനി ഒരു ദിവസം വന്നിട്ട് 10 പേർക്ക് ഭക്ഷണം തന്നില്ല. നമ്മൾ ഇത്രയും കാലം നടത്തിയ ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു മോശമായി മാറും. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, നെടുങ്കണ്ടം. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ, തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം.